ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ കോമേഴ്സ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചില വളരെ ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് ടേംസ് ആണ്. അപ്പോൾ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടേമുകളിൽ ചിലതാണ് നമുക്ക് ഒരുപോലെയും തോന്നുന്നതും എന്നാൽ സ്പഷ്ടമായിട്ടുള്ള വ്യത്യാസം തമ്മിലുള്ളതുമായ ടേംസ് ആണ് നീഡ്സ്, വോൺസ് ആൻഡ് ഡിമാൻഡ്. ഒന്നാമത്തെ ടേമാണ് നീഡ്. അപ്പോൾ ബേസിക്കലി നീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഫെൽറ്റ് ഡെപ്രവേഷൻ, അതായത് ഇല്ലായ്മ, എന്തെങ്കിലും നമുക്കില്ല എന്ന് തോന്നുന്ന അവസ്ഥയാണ് നമ്മൾ നീഡെന്ന് പറയുന്നത്. നീഡ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് ഫെൽറ്റ് ഡിപ്രവേഷൻ. നീഡെന്ന് പറഞ്ഞാൽ ഇല്ലായ്മ, ഇല്ലാത്തൊരവസ്ഥ, എന്തെങ്കിലും നമുക്ക് ഇല്ല എന്ന് തോന്നുന്ന അവസ്ഥ, അതാണ് നീഡ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാറില്ലേ, ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, ഇതൊക്കെ നമ്മുടെ ബേസിക് നീഡ്സ് ആണ് എന്ന് നമ്മൾ പറയാറില്ലേ. അടുത്ത ടേമാണ് വോൺസ്. വോൺസ് എന്ന് പറഞ്ഞാൽ വോൺസ് ആർ സ്പെസിഫിക് സാറ്റിസ്ഫയർ ഓഫ് ദീസ് ഡീപ്പർ നീഡ്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ നീഡ്സ് ഉണ്ടല്ലോ, ഇല്ലാത്ത അവസ്ഥ, സ്റ്റേറ്റ് ഓഫ് ഫെൽറ്റ് ഡിപ്രവേഷൻ, അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ സഹായിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ആ ഒരു ചോയ്സ്, ആ ഒരു സാറ്റിസ്ഫയർ, അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ സഹായിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ചോയ്സ്, അതിനെ നമ്മൾ വോണ്ട് എന്ന് പറയാം. അതൊരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. തേഴ്സ്റ്റ് എന്ന് പറയുന്നത് ഒരു നീഡാണ്. ദാഹം, നമുക്ക് ദാഹിക്കുന്നു, അതൊരു നീഡാണ്. ആ ദാഹം ശമിപ്പിക്കാൻ നമ്മുടെ മുന്നിൽ പല മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് ദാഹം ശമിപ്പിക്കാനായിട്ട് അയാൾ എടുക്കുന്ന ഒരു ഓപ്ഷൻ ചിലപ്പം വെള്ളം കുടിക്കുക എന്നുള്ളതാവും. മറ്റൊരാൾക്ക് ദാഹം ഉണ്ടാകും, പക്ഷേ അയാൾക്ക് വെള്ളമായിരിക്കില്ല വേണ്ടത്, അയാൾ ആഗ്രഹിക്കുന്നത് ദാഹം ശമിപ്പിക്കാൻ സോഫ്റ്റ് ഡ്രിങ്ക് വേണം എന്നായിരിക്കും. ഇനി മറ്റൊരാൾ ചിലപ്പം അയാളുടെ തേഴ്സ്റ്റ് അല്ലെങ്കിൽ അയാളുടെ ദാഹം ശമിപ്പിക്കാനായിട്ട് അയാൾ പ്രിഫർ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും ഈ പറഞ്ഞ 3 പേരുടെയും നീഡ് എന്ന് പറയുന്നത് തേഴ്സ്റ്റ് തന്നെയാണ്, ദാഹമാണ്. അല്ലെങ്കിൽ ഒരാളുടെ മുന്നിൽ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്, അല്ലേ? ഈ പറഞ്ഞ 3 ഓപ്ഷൻസും തേഴ്സ്റ്റ് അഥവാ ദാഹം എന്ന് പറയുന്ന നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ സഹായിക്കുന്ന സാറ്റിസ്ഫയേഴ്സ് ആണ്. ഈ പറഞ്ഞ ഡ്രിങ്കിങ് വാട്ടർ ആവട്ടെ, സോഫ്റ്റ് ഡ്രിങ്ക് ആവട്ടെ, ഫ്രൂട്ട് ജ്യൂസ് ആവട്ടെ, ഇത് മൂന്നും എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് ചോയ്സുകളാണ്. ഒരു വ്യക്തിക്ക് അയാളുടെ നീഡ് ഫുൾഫിൽ ചെയ്യാൻ യൂസ് ചെയ്യാവുന്ന ഡിഫറെൻറ്റ് ചോയ്സുകളെയാണ് ഇത് മൂന്നും കാണിച്ചത്. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്തൊക്കെ തമ്മിലാണ്? നീഡും വോണ്ടും തമ്മിലാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തായിരുന്നു നീഡ്? നീഡ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് ഫെൽറ്റ് ഡിപ്രവേഷൻ. എന്തെങ്കിലും നമുക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്ന അവസ്ഥ, ഇല്ലായ്മ എന്നുള്ളൊരവസ്ഥ. ഇപ്പം നമുക്ക് ഫുഡ് വേണം അല്ലെങ്കിൽ ക്ലോത്തിങ് വേണം, അതൊക്കെ നമ്മുടെ നീഡാണ്. പക്ഷെ എപ്പോഴാണ് നമ്മളിതിനെ വോണ്ട് എന്ന് പറയുക? നമ്മുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പെർട്ടിക്കുലർ ഒരു സ്പെസിഫിക് സാറ്റിസ്ഫയറിനെ വേണം എന്ന് പറയുമ്പോഴാണ് നമ്മളതിനെ വോണ്ട് എന്ന് പറയുക. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പോലെ തേഴ്സ്റ്റ് ഒരു നീഡാണ്, ദാഹമുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ദാഹം എന്ന് പറയുന്നൊരു നീഡുണ്ട്, തേഴ്സ്റ്റ് എന്ന് പറയുന്നൊരു നീഡുണ്ട്. പക്ഷേ ഒരാൾ ആ ദാഹം ശമിപ്പിക്കാൻ വാട്ടർ വേണം എന്ന് പറയുകയാണെങ്കിൽ അയാളുടെ വോണ്ട് വാട്ടറാണ്. സോഫ്റ്റ് ഡ്രിങ്ക് വേണം എന്ന് പറയുകയാണെങ്കിൽ അയാളുടെ വോണ്ട് സോഫ്റ്റ് ഡ്രിങ്ക് ആണ്. അല്ലെങ്കിൽ ഒരാളുടെ ഡീപ്പർ നീഡ്സ്, അയാളുടെ നീഡ്സ് തൃപ്തിപ്പെടുത്താൻ, സാറ്റിസ്ഫൈ ചെയ്യാൻ സഹായിക്കുന്ന സ്പെസിഫിക് സാറ്റിസ്ഫയറുകളാണ് വോണ്ട്സ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, വോണ്ട് എന്ന് പറയുന്നത് നീഡിൻ്റെ തന്നെ മറ്റൊരു ഫോമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരാളുടെ പേഴ്സണാലിറ്റി കൊണ്ടും അല്ലെങ്കിൽ അയാളുടെ കൾച്ചർ കൊണ്ടും ഒക്കെ ഷേപ്പ് ചെയ്യപ്പെടുന്ന നീഡ്സിൻ്റെ തന്നെ മറ്റൊരു ഫോമാണ് ഒരാൾക്കുള്ള വോണ്ട്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നീഡെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ഫെൽറ്റ് ഡിപ്രവേഷൻ, ഇല്ല എന്ന് തോന്നുന്ന അവസ്ഥ, അത് തൃപ്തിപ്പെടുത്താൻ നമ്മൾ പെർട്ടിക്കുലറായിട്ട് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്ന തൃപ്തിപ്പെടുത്തുന്ന സാറ്റിസ്ഫയേഴ്സിനാണ് നമ്മൾ വോണ്ട്സ് എന്ന് പറയുന്നത്. മാർക്കറ്റിങ്ങിൽ മാർക്കറ്റർമാർ ട്രൈ ചെയ്യുന്നതും എന്ത് പ്രൊവൈഡ് ചെയ്യാനാണെന്ന് വെച്ചാൽ മോർ ആൻഡ് മോർ ചോയ്സ് പ്രൊവൈഡ് ചെയ്യാനാണ്. അതായത് കൂടുതൽ വോണ്ട് സാറ്റിസ്ഫൈയിങ് പ്രോഡക്ട്സ്, ചോയ്സുകൾ ഓഫർ ചെയ്യാനാണ് മാർക്കറ്റർമാരും ട്രൈ ചെയ്യുന്നത്. അടുത്തൊരു റിലേറ്റഡ് ടേമാണ് ഡിമാൻഡ്. നമ്മൾ എക്കണോമിക്സ് സബ്ജക്റ്റ് പണ്ട് ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ളവരാണ് നമ്മളെപ്പോഴും പെട്ടെന്ന് പറയുന്നൊരു ടേമാണ് അല്ലെങ്കിൽ ഒരു ഡെഫിനിഷനാണ്. ഡിമാൻഡ് ഇസ് എ ഡിസയർ backed by ability and willingness to pay for a commodity. Demand is a desire backed by ability and willingness to pay for a commodity. അതായത് ഒരു വാണ്ട് തന്നെയാണ് ഡിമാൻഡ്, ഒരു ഡിസയർ തന്നെയാണ്, ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹം തന്നെയാണ്. പക്ഷേ അത് ആഗ്രഹമല്ല, ഡിസയർ മാത്രമായിരുന്നാൽ അത് ഡിമാൻഡ് ആവില്ല. അപ്പോൾ ഒരു വാണ്ട് ഡിമാൻഡ് ആവണമെങ്കിൽ ഡിസയർ മാത്രം ഉണ്ടായിരുന്നാൽ പോരാ, ആഗ്രഹം മാത്രം ഉണ്ടായിരുന്നാൽ പോരാ, അതിന് നമ്മൾ എന്തൊക്കെ കൊണ്ട് ബാക്ക് ചെയ്യണം, അതായത് എന്തൊക്കെ വേണം? അത് കൂടാതെ എബിലിറ്റിയും വേണം, വില്ലിങ്നെസ്സും വേണം. എന്തിനുള്ള? ടു പേ ഫോർ എ കമ്മോഡിറ്റി. അതായത് ഡിമാൻഡ് എന്ന് പറയണമെങ്കിൽ എനിക്ക് ആഗ്രഹം വേണം, ബേസിക്കലി വാണ്ട് ഉണ്ടാവണം. പക്ഷേ വാണ്ട് മാത്രം ഉണ്ടായിരുന്നാൽ പോരാ, വാണ്ടിനൊപ്പം ആ കമ്മോഡിറ്റിക്ക് പേ ചെയ്യാൻ, പൈസ കൊടുക്കാൻ എനിക്ക് എബിലിറ്റി ഉണ്ടാവണം, അതിനുള്ള പവർ ഉണ്ടാവണം. പൈസ കൊടുക്കാൻ ഉള്ള എബിലിറ്റി മാത്രം ഉണ്ടായിരുന്നാലും പോരാ, ആ പൈസ അതിനായിട്ട് ചിലവഴിക്കാനുള്ള വില്ലിങ്നെസ്സും ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു വാണ്ടിനെ ഡിമാൻഡായി എന്ന് പറയാൻ പറ്റൂ. ഡിമാൻഡ് എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഇസ് ബേസിക്കലി എ ഡിസയർ,
ഒരു വാണ്ടാണ്, പക്ഷേ വിച്ച് ഇസ് ബാക്ക്ഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിക്കായിട്ട് വാങ്ങാനായിട്ട് പൈസയും ഉണ്ടാവണം, അതിനുള്ള എബിലിറ്റിയും ഉണ്ടാവണം, ആ പൈസ ആ പർപ്പസിന് വേണ്ടി കൊടുക്കാനുള്ള വില്ലിങ്നെസ്സും ഉണ്ടാവണം ഡിസയറിനോടൊപ്പം. അപ്പോൾ ഡിസയറിനോടൊപ്പം എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റിയും കൂടി വന്നാൽ മാത്രമേ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ, അത് ഡിമാൻഡായി എന്ന് പറയാൻ പറ്റുള്ളൂ.